അരളി കാൽ കിലോ. അപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോ പുളിഞ്ചി മേടിക്കാനാട്ടോ ഇവിടെ വന്നത്. പുളിഞ്ചി ഞാൻ ഉണ്ടാക്കണതാണ്, പക്ഷെ ഡോപ്പി പുളിഞ്ചി ഇപ്പൊ ഈ നേരത്തെ സമയം കളയണ്ട, ഉണ്ടാക്കാനായിട്ടുള്ള സമയം കളയണ്ട, നമുക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ല എനിക്ക് കണ്ടോ, കട്ടിപ്പരിപ്പ് വെക്കണ പരിപ്പ് വേണം. ഓറഞ്ച് ബന്ദി, മഞ്ഞ ബന്ദി, ബോക്സ് വരക്ക അല്ലേ? ബോക്സ് അല്ല, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ പൂ പോലെയല്ലേ വെച്ചിട്ട്, പൂ പോലെ അല്ലാതെ ഇതിങ്ങനെ ഒരു. വെൽക്കം ടു ലൈഫ് ബോഗൻവില്ല. ഉത്രാട ദിനത്തിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാരും കാണുന്നത് തിരുവോണത്തിനായിരിക്കും. അപ്പം നമ്മളെല്ലാവരുടെയും ആ ഒരു ഉത്രാട പാച്ചിലൊക്കെ എന്തായി, എല്ലാരും എല്ലാ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയോ അല്ലെ? നിങ്ങൾ വാങ്ങാൻ പോണം. ഞാൻ ഒറ്റക്കായിരുന്നു ഇന്ന് രാവിലെ മുതല് ഇപ്പൊ കുറച്ചു നേരം വരെ അല്ലെ. ഒറ്റക്കാടെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പെട്ടെന്ന് നോക്കണം. ഡോബിക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു ഫ്രണ്ടിന്റെ. പിള്ളേര് ഇവിടെ പോയിരുന്നു. എന്തിനു പോയിരുന്നു? പറ. പള്ളിയിൽ കാറ്റഗിസം ക്ലാസിന്റെ ഓണം സെലിബ്രേഷൻ. അവര് സദ്യയൊക്കെ കഴിച്ചിട്ടോ, ഉത്രാടത്തിന് സദ്യയൊക്കെ കഴിച്ചു. ഞാനോ? ഞാൻ സദ്യ കഴിച്ചില്ല. പഴങ്കഞ്ഞൊന്നും അല്ല, ഞാൻ സദ്യച്ചില്ല. അപ്പം എവിടെ പോണ്? ഇതുണ്ടോ ഈ ഡെക്കറേഷൻ? ഇത് കാണാലോ. ഇത് നമ്മുടെ റബേക്ക കുട്ടി ചെയ്തേക്കണം കേട്ടോ. റബേക്ക കുട്ടിയാണ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങള് ഇവരെല്ലാരും വന്നു കഴിഞ്ഞിട്ട് നാളെ മൊത്തം കാണാൻ പറ്റും. ഞങ്ങള് സാധനങ്ങൾ വാങ്ങാൻ പോവാണ്, പച്ചക്കറി. അപ്പൊ ഇന്ന് ഡാഡിയും മമ്മിയൊക്കെ നാളെ ഇങ്ങോട്ടാണ് വരുന്നത്. സാധാരണ ആഘോഷിക്കുന്നത്. സാധാരണ ഞങ്ങൾ ചെല്ലാനത്ത് വീട്ടിൽ പോയിട്ടാണ് ഓണം ആഘോഷിക്കണം. മമ്മി എല്ലാം റെഡിയാക്കി വെക്കും, നമ്മള് കഴിക്കും. അപ്പൊ ഇത്തവണ നമ്മള് ഇവിടെ റെഡിയാക്കി അവരെ ഇങ്ങോട്ട് നമ്മളും കഴിക്കും. പായസം ഇഷ്ടം. ആണോ? തക്കാളി ഇവിടെ മേടിച്ചു വെക്കും. ഇവിടെ ഞാൻ എണ്ണി മാറ്റി വെച്ചാൽ എടുത്തെടുത്ത് തിന്നോളൂ. തക്കാളി കുറച്ച് സേമിയ. അയ്യോ വേണ്ട, 3 തരം പായസം ഉണ്ടാക്കാൻ പറ്റൂല. അരിപ്പായസം അതൊരു സാധനം കടിക്കാൻ കിട്ടുന്നല്ലേ ഇങ്ങനെ? അത് പാലടൊന്നും വേണ്ട. തൽക്കാലം ഞാൻ നറുക്കിട്ട് തീരുമാനിച്ചേ അവിടെ എന്താ പരിപ്പ് പായസം. എനിക്കതുണ്ടാക്കാനുള്ള പാത്രവും ഇല്ല ഇവിടെ. അതെ, എന്തിനാ പെട്ടെന്ന് പരിപാടി? എപ്പോഴും കുടിക്കണില്ലല്ലോ. ശരി, നോക്കട്ടെ. നീ എന്താ, നിനക്ക് സേമിയ പാലട. എന്നാ ശരി, നമുക്ക് അധികം നേരം നിങ്ങളുടെ പായസത്തിന്റെ എണ്ണം കൂടും. അപ്പൊ ഞങ്ങള് പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. ഹായ് പറയടി. എന്റെ ഫ്രണ്ട് അൽഫോൺസ എന്നുള്ള പേര് സ്റ്റെൻസി എന്നാണ് എല്ലാരും പറയണേ. അൽഫോൺസ് ക്യാമറയിൽ മാത്രം സ്റ്റെൻസി. കൊറേ നാളുകൂടി കാണുന്നുണ്ട്. ഏത് വെള്ളം? വെള്ളം അല്ലേ? ഇതാണ് 1/2 കിലോ. ഇത് മതിയാവണോ? 50 രൂപ. അല്ല, മതിയാവണോ? ഇതിപ്പോ 100 രൂപക്കായി. 100 രൂപയ്ക്ക് അരളി 200 രൂപ. അരളി അപ്പൊ 1/4 കിലോ. നമ്മുടെ വണ്ടി മാറ്റിയിട്ടുണ്ടല്ലോ വണ്ടികൾക്ക് പോവാൻ. നമ്മുടെ വണ്ടി അവർക്കൊക്കെ പോവാൻ.
നമ്മള് പുഷ്പവാടി എന്ന് പറയണ കടയിൽ നിന്നാട്ടാ വാങ്ങിക്കണത്. അരൂര് പുഷ്പവാടി. 525 രൂപ പൂവേ. അല്ല ഓണത്തിന് അല്ലെങ്കിലും പൂവിന് വില കൂടുതൽ ആയിരിക്കില്ല. തോളയിൽ എവിടെയാണ് താമസിച്ചും ഓണം ആഘോഷിക്കായിരുന്നു. അല്ല എല്ലായിടത്തും പൊതുവെ പൂവിന് പക്ഷെ തമ്മിൽ ഭേദം ഇവിടെ ആയിരിക്കും. ഹോൾസെയിൽ ആയിട്ട് ഇഷ്ടംപോലെ പൂ കിട്ടി. എപ്പോഴും നമ്മൾ ഇവിടെ നിന്നാ വാങ്ങിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാവോ, ഈ ഓണം സീസണിൽ ഉണ്ടല്ലോ ഡോബി, എന്തായിരിക്കും ഓണ സീസണിൽ എന്താ പറയാ പോയത്? ഈ പുഷ്പവാടിയിൽ നല്ല ഭംഗിയുള്ള പെൺകൊച്ചുങ്ങളായിരിക്കും. നല്ല സുന്ദരികളായിരിക്കും. ഫാമിലിയാണ്. അടിപൊളിയാണ്. അടിപൊളിയായിട്ടല്ലേ അവരെല്ലാരും ഫാസ്റ്റായിട്ട് ചെയ്യുന്നവര്. ഇത് ഫാസ്റ്റായിട്ട് ചെയ്യണേന്നാ. അപ്പൊ നമുക്ക് അടുത്ത പച്ചക്കറി വാങ്ങിക്കാം. പായസം, പരിപ്പ് പായസം. നമ്മളവിടുന്ന് പോകുന്നപ്പോ തന്നെ അവര് പിള്ളേർ തമ്മിൽ പായസത്തിന്റെ വെറൈറ്റിക്ക് വേണ്ടി അടിയായിരുന്നില്ലേ. അപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോ പുളിയിഞ്ചി മേടിക്കാനാട്ടോ ഇവിടെ വന്നത്. പുളിയിഞ്ചി ഞാൻ ഉണ്ടാക്കണതാണ്. പക്ഷെ ഡോപ്പി പുളിയിഞ്ചി ഇപ്പൊ ഈ നേരത്തെ സമയം കളയണ്ട, ഉണ്ടാക്കാനായിട്ടുള്ള സമയം കളയണ്ട, നമുക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പുളിയിഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പുളിയിഞ്ചി അല്ല, ഇത് പായസം. അപ്പൊ അങ്ങനെ പായസം മേടിച്ചു. പായസം നമ്മള് ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്, പാലട ഉണ്ടാക്കും. ഇത് പരിപ്പ് പായസം മേടിച്ച് 200 രൂപ കേട്ടാ. കണ്ടില്ല നിങ്ങൾ വിഷുവിട്ടില്ല എന്തോരം ഇതാണല്ലോ ഇവിടെ. ഇവിടെയാണ് ടാങ്കർ ലോറിക്കില്ലേ മിൽമ പാലടിക്കണത്. ഇവിടെയാ ടാങ്കറിന് കൊണ്ടുവന്ന് പാല് ഇവിടെ അടിക്കുമെന്ന് അവര്. പുളിയിഞ്ചി കാണിച്ചെടുക്കാം. അതൊരു തവണ ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്ന സമയത്ത് അടുത്തൊരു സ്ഥലത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വന്നപ്പോ ഇവിടെ എങ്ങനെ അറിഞ്ഞിട്ട് വന്ന് പുളിയിഞ്ചി വാങ്ങിച്ചു. ഇത് 1/2 ലിറ്റർ അല്ലേ, 1/2 ലിറ്റർ. അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡോബിക്ക്. അതെ താങ്ക് യു കേട്ടോ. പക്ഷെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടം. ഞാൻ നന്നായിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കൂലേ, ഉണ്ടാക്കും. അത് പറ മനുഷ്യല്ലേ ആൾക്കാർക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിച്ചു. അപ്പൊ പച്ചക്കറി മേടിക്കാൻ പോവാ. എടുക്കാൻ സമയമുണ്ടല്ലോ, കഴിഞ്ഞിട്ടില്ല. ഇല്ല വലിയ പപ്പടം ഇവിടെ ഇത്രയൊക്കെ തന്നെ. ഇത്ര വേണ്ടി വരുമോ? ഇത്ര വേണ്ടി വരുമോ? ഇത്ര വേണ്ട. അയ്യോ നമുക്ക് അത്രയും വേണ്ട. പിന്നെ ഇത്ര മതിയായിരിക്കും അല്ലേ? ഇത്രയും മതിയോ? അത്രയും പോരാ, ഇതെടുക്കാന്ന്. ഇത്ര വേണം. എന്നുവെച്ചാൽ പായസത്തിന് വേണ്ടേ? പായസത്തിന് മാത്രം പോരാ. അങ്ങനത്തെ 2 പാക്കറ്റ് ആവശ്യമുണ്ടേ വർത്താൻ തരാം. ഇങ്ങനത്തെ 2 പാക്കറ്റ് എടുക്കാം. അപ്പൊ 20, 40, 45. ഇത് പായസപ്പരിപ്പാണ്. ഇതല്ല എനിക്ക് വേണ്ടത്. കട്ടിപ്പരിപ്പ് വെക്കണ പരിപ്പ് വേണം. ഇതാണോ വെക്കുന്നത്? കടല വേണം. ചെറുത് മതി കടലയൊക്കെ. പിന്നെ വൻപയർ വേണം. ഇതിന് ചെറിയ പാക്കറ്റ് ഇല്ലെന്നാവോ? അതെടുത്തോ നോക്കി. പിന്നെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ വേറെന്താ ഇവിടെ നിന്ന് നെയ്യ് വേണ്ട? നെയ്യ് വേണം. പച്ചക്കറി എല്ലാം ആയില്ലേ? പച്ചക്കറി ചേനെടുത്ത് കുമ്പളങ്ങ വെളിച്ചെണ്ണ വേണ്ടി വരും. വെളിച്ചെണ്ണ ഇവരുടെ നെയ്യ് വേണം. ഇത് ഇത്രയും പോരല്ല നെയ്യ്. മിൽമയുടെ ഇല്ലല്ലേ? അതെടുത്തോ. അതിന്റെ ഇതെടുക്കാം. എന്താ പരിപാടി? ഓണത്തിന് നമ്മൾ മേടിക്കുന്ന സാധനം ടൈറ്റ് ബിസ്ക്കറ്റ്. കറക്റ്റ് 3 മണിക്കൂർ എടുത്ത്. 3 മണിക്കൂർ നമ്മൾ പോയി വരാനല്ലേ? 3. അത് ബ്ലോക്ക് കളറിനല്ലേ? ഇത് പിടിക്ക്. നേരെ കൈ കൊണ്ട് താനൊക്കെ അങ്ങോട്ട് വെച്ചോളുമല്ലോ. ഞാൻ ഇത് പിടിക്കല്ലേ? സൂപ്പറാക്കി വണ്ടിക്കകത്ത് ഇരിക്കണം. എല്ലാം എടുത്താ? പൂക്കളെടുത്ത്
മൂസേ കിട്ടിയാ ബിസ്ക്കറ്റ് കിട്ടിയാ? ഇതൊക്കെ എല്ലാം എടുക്കാം, അകത്തേക്ക് എടുക്ക്. എടുക്കാൻ പോവാ. പൂക്കള് സാറ് അല്ല സാറില്ല റബേക്ക സൂപ്പറാക്കി. ഇപ്പഴാ ഓണമായ. വാവ്. ഞാൻ എന്റെ വിചാരം അറിയാമോ, ഡോപ്പിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നോക്കി ഗൈസ് കണ്ടോ ഗൈസ്? പരിപാടി ഡോപ്പി നമ്മള് പെട്ടെന്ന് തന്നെ നിങ്ങളാ? അതാരാ നിങ്ങള്? ഡോപ്പി ആ ഞാൻ. ഡോപ്പി പിന്നെ പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് പെട്ടെന്ന് റെഡിയാക്കി നമുക്ക് കഴിക്കാവുന്ന രാത്രി അത് കറി എടുക്കാവുന്നൊരു വ്യാമോഹം എനിക്കുണ്ടായി. എന്ത് കറി? ഇപ്പൊ രാത്രി നമുക്ക് ആ പച്ചക്കറി തന്നെ ഓണത്തിന്റെ കറിയൊക്കെ തന്നെ വെച്ച് തുടങ്ങിട്ട് ഏതെങ്കിലും കറി എടുക്കാം. പക്ഷെ നടന്നില്ലല്ലോ. ഉണക്കച്ചെമ്മീൻ വറക്കാം. അതെ പറയട്ടെ. ആദ്യം ഇതിന്റെ തല നമ്മൾ പിന്നെ അല്ല ഇതിന്റെ കാല് നമ്മള് ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് ഇതാണല്ലേ? ഇത് പുളിയിഞ്ചി എടുക്കാം, ഉണക്കച്ചെമ്മീൻ വറക്കാം. ഭാഗ്യം ഞാൻ ചോറ് നേരത്തെ വെച്ച് അല്ലേ? എന്നിട്ട് സാമ്പാറ് പുളിശ്ശേരി ഇന്ന് വെച്ച് വെക്കണം കേട്ടാ. പച്ചക്കറിയുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കാം. പിന്നെ നമുക്ക് പൂക്കളത്തിന്റെ കളം വരച്ചു വെക്കാം രാത്രി. അപ്പൊ രാവിലെ നമുക്ക് ഇട്ടാ മതിയല്ല. പൂവും വേണേ ഇതാക്കി വെക്കാം. ഇന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിലൊക്കെ ഞാനുണ്ടാവും. നീ ഉണ്ടാവും. ഓക്കെ, തുടങ്ങിയാ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാ ചെയ്യാൻ? ഞാനേ ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യും. നീ ജോയിൻ ചെയ്യും. ഞാൻ പെട്ടെന്ന് വരാം, കുളിച്ചിട്ട് പെട്ടെന്ന് വരാം, അല്ലെങ്കിൽ പിന്നെ പൂവൊക്കെ ചെയ്ത് വെക്ക്. നിങ്ങൾ പൂ ചെയ്താ മതി. അല്ല, വേറെ അടുത്ത കറിക്ക് വേണ്ടേ? അത് ഞാൻ ചെയ്തോളാം. എല്ലാം കൂടെ നീ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് കഴിയും. നിങ്ങൾ പൂ ചെയ്യും. നാളെ മരക്കണം പൂ ചെയ്യണം. ഈ അമ്മ തപ്പ കുളിച്ച് വന്നവരെ ഞാനിത് ചെയ്യും. എന്നിട്ട് ഞാൻ പൂപ്പിച്ചാൻ കത്തി എടുത്തിട്ടോ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട്. അതെ, എന്താ കൂട്ടാ? മുറം കാണാനില്ലേ? ചെറിയ മുറം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ചെയ്യുന്നത്? ഒരാള് ഉരുളക്കിഴങ്ങ് പീൽ ചെയ്യുന്ന, ഒരാള് ക്യാരറ്റാ. അമ്മ എടുത്തോണ്ട് വരാം മുറം, എന്നിട്ട് ചെയ്യാം. ഏത് കത്തിയാ? അത് അമ്മയ്ക്ക് വേണം. അമ്മയ്ക്ക് വേണം, സമയമില്ലേ? കിടക്കാൻ വേണ്ടേ? ഓറഞ്ച് ബന്ദി, മഞ്ഞ ബന്ദി. പിന്നെ നമ്മുടെ മറ്റേ അരളിയൊക്കെ ഉണ്ട്. അരളി ഉണ്ടോ? റോസ് ഉണ്ട്, അരളി. പിന്നെ ബട്ടൺ റോസ്. ബട്ടൺ റോസ് അങ്ങനെ പറയുന്നത് ആണല്ലേ? നിങ്ങളുടെ പണി എന്തായി? ഞാൻ സാമ്പാർ അടുപ്പേ കയറ്റാൻ പോകുന്നു. എന്തോ എന്താന്ന് എന്തോ എങ്ങനെ? സമയം 11:30. ഇവിടെ ഇരുന്ന് വരക്കാണേ. രാവിലെ സമയം കിട്ടാത്തോണ്ട് ഇപ്പം വരക്കുവാണ്. ബോക്സ് ആണോ ഇടാൻ പോണേ? പൂ പോലെയല്ലേ ഇടുന്നത് നമ്മള്? കുറച്ച് വ്യത്യസ്തമായിട്ടിട്ടല്ല. തല്ല വരക്കണത്. ബോക്സ് വരക്കാം അല്ലേ? ബോക്സ്, അതെ. ബോക്സിന്റെ ബോക്സ് അല്ല, അതായത് ഇങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ പൂ പോലെയല്ലേ വരച്ചിട്ട്? അതെ, പൂ പോലെ അല്ലാതെ ഇതിങ്ങനെ ഒരു യമ്മിക്കുട്ടി ചക്കട മുത്തു. സാറിനെ ഞങ്ങൾ പോയി കിടന്നോന്ന് പറയും. കാരണം അവർക്ക് രാവിലെ കുർബാനയ്ക്ക് പോകണം.
പള്ളിയിൽ പോയി പള്ളിയിൽ പൂക്കൾ ഇടുന്നുണ്ട് അവര്. അപ്പൊ സാറ് പോകുന്നുണ്ട്, 6 മണിയാകുമ്പോൾ പോകണം. 7:30 കുർബാന. അവിടെ മത്സരമൊക്കെ ഇന്നായിരുന്നു തോന്നുന്നു. അതല്ലാതെ നമ്മൾ പൂക്കൾ എടുത്തില്ലേ പള്ളിയില് രാവിലെ തിരുവോണമായതുകൊണ്ട് അങ്ങനെ ഇടാനായിട്ട്. ഉറക്കമാനുണ്ടല്ലേ പൊന്നാ? ആ ഇന്ന് മത്സരം ഉണ്ട് അവിടെ പള്ളിയില് പൂക്കൾ ഇടുന്ന ഞാൻ കണ്ടു പിള്ളേര് വീഡിയോയില്. മത്സരമായിരുന്നോന്ന് അറിയത്തില്ല. കുഞ്ഞു പൂക്കളായിരുന്നു അല്ലേ? അപ്പൊ മത്സരമല്ല ഡോക്കി, മത്സരമല്ല. രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ രാവിലെ എല്ലാം കൂടെ നടക്കില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പം റബേക്ക മോളുണ്ട് കേട്ടോ. അപ്പുറത്ത് റബേക്ക മോള് സങ്കടത്തിലായിപ്പോയി. കാരണം നമ്മളിത് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചില്ലേ, അത് നമ്മുടെ എമ്മിക്കുട്ടി ദേഷ്യം വന്നപ്പോ പറിച്ചു കളഞ്ഞു. വെറുതെ അല്ല, ഒരു കാര്യമുണ്ട്, വെറുതെ ഒന്നും അല്ല കേട്ടോ അതിച്ചും വന്ന. അപ്പം അതുകൊണ്ട് പറിച്ചു കളഞ്ഞു. അപ്പൊ ആ സങ്കടത്തിലാണ് റബേക്ക അവിടെ അപ്പുറത്തിരിക്കുന്നുണ്ട്. നാളെ ഇനി ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്ത് പൂവൊക്കെ ഇട്ട് കാണിക്കാം. പൂവൊക്കെ ഇവര് പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, എല്ലാം കാണിക്കാം. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. നാളെ നമ്മളുടെ തിരുവോണത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പൊ നമ്മുടെ ലൈക്ക് ബോഗൻവില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സാമ്പാറും പുളിശ്ശേരി അത്രേ ആയുള്ളൂ. പിന്നെ ഞാൻ മെഴുക്കുരട്ടിക്കുള്ളത് ഒടിച്ചു വെച്ചു. പയർ ഒടിച്ചു വെച്ചു. ക്യാബേജ് തോരനുള്ളത് അതും മുറിച്ച് സാറ് അതൊക്കെ എനിക്ക് അരിഞ്ഞു തന്നു. ഉറക്കം വരണ്ട, ഞങ്ങൾ ഉറങ്ങാൻ പോവാ. എനിക്ക് രാവിലെ എഴുന്നേക്കണം കേട്ടോ ഡോപ്പി. അപ്പൊ ലൈക്ക് ബോഗനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. പിന്നെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് തരണോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് എഴുതണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് നിങ്ങൾ തിരുവോണ ദിവസമാണല്ലോ കാണുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ നാളെ ഓണവിശേഷങ്ങളുടെ വീഡിയോ നമ്മൾ എടുത്ത് കാണിക്കാം. ഡാഡിയും മമ്മിയൊക്കെ വരുന്നുണ്ട്, എല്ലാം കാണിക്കാം കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓണാശംസകൾ പറയോ മോനെ? ഓണാശംസകൾ പറയൂടാ. ഇപ്പൊ മൂടില്ല, നാളെ പറയാം കേട്ടോ. അപ്പൊ ബൈ.